കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. Greetings to you all in the precious name of our Lord and Savior Jesus Christ, who is coming soon to receive his glorious church. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവിടയാക്കിയ വലിയ കരുണയ്ക്കായിട്ട് ഞാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ലൈവ് സ്ട്രീമിൽ നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളായിരുന്നല്ലോ. 1, 2, 3 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എങ്കിലും 3-ാം വാക്യം മുതൽ ഇന്ന് വീണ്ടും ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് ഞാനിന്ന് 3-ാം വാക്യം മുതൽ ഒരിക്കൽ കൂടെ വായിക്കും. 2-ാം വാക്യം മുതൽ. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. 3-ാം വാക്യം. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. വേർഡ്സ് 4. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് കഴിഞ്ഞ ലൈവ് സ്ട്രീമിൽ നമ്മൾ ചിന്തിച്ചത്. ഇപ്പോ 2-ാം വാക്യം കൂടെ ചേർത്ത് ഞാൻ ഇന്ന് രാത്രി വായിച്ചിരിക്കുകയാണ്. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെ യോഹന്നാൻ കണ്ടു. 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു: സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു എന്നാണ് 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നു, ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരാണ് എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന അതിശക്തനായ ഒരു ദൂതനെ കണ്ടു. ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം തുറപ്പാൻ യോഗ്യനാരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെ യോഹന്നാൻ കണ്ടു. യോഹന്നാൻ തന്റെ വെളിപ്പാടിൽ കാണുന്നത് സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസക്കാലം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ വലം കൈയിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട അകത്തും പുറത്തും എഴുത്തുള്ളതായ ഒരു പുസ്തകം. എന്തിനാണ് ഈ പുസ്തകം മുദ്രയിട്ടത്
എന്ന് കഴിഞ്ഞ ദിവസത്തെ ലൈവ് സ്ട്രീമിൽ ഞാൻ ഓർമ്മിക്കുവാൻ ഇടയായി. അപ്പോ ഈ പുസ്തകം തുറക്കാനോ അതിന് മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി ആരുള്ളൂ എന്നുള്ള ഒരു ഘോഷണം യോഹന്നാൻ കാണുകയാണ്. പുസ്തകം ഇരിക്കുന്ന കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ, വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം. ഈ പുസ്തകം എടുക്കാനോ അത് തുറപ്പാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യൻ ആരുള്ളൂ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായി. അപ്പോ യോഹന്നാൻ പറയുന്നു, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ഈ പുസ്തകം തുറക്കാനോ അത് നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും എന്നുവെച്ചാൽ പാതാളത്തിലും ആരെയും കണ്ടില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. പുസ്തകം തുറപ്പാനോ പിന്നെ അത് നോക്കുവാനോ എന്ന് പറഞ്ഞാൽ nobody was there to open this book. ഈ പുസ്തകം തുറക്കുവാൻ യോഗ്യനായി ആരെയും കണ്ടില്ല. യോഹന്നാൻ പറയുന്നു, സ്വർഗത്തിൽ ആരുമില്ല, ഭൂമിയിലും ആരുമില്ല, ഭൂമിക്ക് കീഴിലും ആരുമില്ല. അപ്പോ ആകെയുള്ളത് 3 ലോകങ്ങളാണ്. സ്വർഗലോകം, ഭൂമിയിലുള്ള ലോകം, ഭൂമിക്ക് താഴെയുള്ള ലോകം. അങ്ങനെ 3 ആയിട്ടാണ് ഭൂമണ്ഡലത്തെ നമുക്ക് തിരിക്കാൻ കഴിയുന്നത്. ആകാശമണ്ഡലങ്ങൾ, പിന്നീട് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, അതിന് താഴെയുള്ള പാതാള മണ്ഡലങ്ങൾ. അങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് നമുക്ക് ഈ അന്തരീക്ഷത്തെ തിരിക്കുവാൻ കഴിയുന്നത്. അപ്പൊ യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ ഞാൻ ആരെയും കണ്ടില്ല, ഭൂമിയിലും ആരെയും കണ്ടില്ല, ഭൂമിക്ക് കീഴിലും ആരും ഈ പുസ്തകം എടുപ്പാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി കണ്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഭൂലോകങ്ങളിലും സ്വർലോകങ്ങളിലും പാതാളത്തിലും ഈ 3 സ്ഥലങ്ങളിലും ഈ പുസ്തകം എടുക്കാനോ അതിനെ തുറക്കാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി ഒരുവനെയും കണ്ടില്ല. അപ്പൊ ഇന്നത്തെ എന്റെ ചിന്താവിഷയം, ഹൂ ഈസ് വർത്തി ടു ഓപ്പൺ ദ ബുക്ക്? ഈ പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആരാണ്? അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിൽ ആരെയും കണ്ടില്ല, ഭൂമിയിലും ആരെയും കണ്ടില്ല, ഭൂമിക്ക് കീഴെ പാതാളത്തിലും അധോലോകത്തിലും ആരെയും കണ്ടില്ല. അങ്ങനെ വന്നപ്പോ യോഹന്നാൻ വളരെ കരഞ്ഞു. യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ്ക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. 4-ാമത്തെ വാക്യം, പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കണ്ടില്ല. No one was worthy to take this book and look into this book and read this book. ഈ പുസ്തകം വായിപ്പാനോ അത് നോക്കുവാനോ യോഗ്യനായി യോഹന്നാൻ ആരെയും കാണാഞ്ഞത് കൊണ്ട് യോഹന്നാൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അങ്ങനെ നിലവിളിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ യോഹന്നാനോട് പറയുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സ്വർഗത്തിൽ ആരെയും കണ്ടില്ല, സ്വർഗത്തിന് കീഴെ ഭൂമിയിൽ ആരെയും കണ്ടില്ല, ഭൂമിക്ക് കീഴെ പാതാളത്തിലും ആരെയും കണ്ടില്ല. ആരെയും കാണാഞ്ഞത് കൊണ്ട് യോഹന്നാൻ ഏറ്റവും അധികം കരയില്ല. ഈ പുസ്തകം തുറക്കാനെങ്കിലും
അതൊന്ന് നോക്കുവാനെങ്കിലും യോഗ്യനായി ഈ ഭൂമിയിൽ ജനിച്ചവർ ആരുമില്ലല്ലോ എന്നോർത്ത് യോഹന്നാൻ നിലവിളിക്കുമ്പോ യോഹന്നാനോട് അപ്പൊ യോഹന്നാൻ കേൾക്കുന്ന ഒരു ശബ്ദം ശ്രദ്ധിക്കുക. അപ്പോൾ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 24 മൂപ്പന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിൽ ഒരുവൻ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട് കരയേണ്ട, ഈ പുസ്തകം തുറക്കാൻ യോഗ്യനായി ഒരുവനുണ്ടോ എന്ന് പറയുക. കരയേണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും പൊട്ടിപ്പാൻ തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, പറഞ്ഞല്ലോ യോഹന്നാൻ സിംഹാസനത്തിലിരിക്കുന്ന വലം കയ്യിൽ പുസ്തകം കണ്ടു. അത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടതായിരുന്നു. ആ പുസ്തകം അകത്തും പുറത്തും എഴുത്തുള്ളതായിരുന്നു. ഈ പുസ്തകം തുറക്കാനോ അത് നോക്കാനോ അത് വായിക്കുവാനോ യോഗ്യനായി ആരെയും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും യോഹന്നാൻ കണ്ടില്ല. സ്വർഗത്തിൽ പാർക്കുന്ന ആരുമില്ലായിരുന്നു. ഭൂമിയിൽ പാർക്കുന്ന ഒരുവനും യോഗ്യനായിട്ടില്ല. ഭൂമിക്ക് കീഴെ അതോ ലോകങ്ങളിൽ അതോ പാതാളങ്ങളിൽ പാർക്കുന്ന ആരും ഈ പുസ്തകം എടുക്കാനോ അതിന്റെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായി ആരെയും യോഹന്നാൻ കണ്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് യോഹന്നാൻ അധികം കരയുന്നത്. യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 20 സിംഹാസനത്തിന് ചുറ്റിലും 24 മൂപ്പന്മാർ. 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവർക്ക് ചുറ്റിലും 4 ജീവികൾ. അങ്ങനെ ഈ 24 മൂപ്പന്മാരിൽ ഒരുവൻ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട് കരയേണ്ട, ഞാൻ ഒരുവരെ കണ്ടിരിക്കുന്നു, ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു. അതാരാന്നാണ് പറയുന്നത്? The lion of the tribe of Judah, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. പിന്നെ the root of the David. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ഈ റൂട്ട് ഓഫ് ദ ഡേവിഡിനെ കുറിച്ച് പറയുന്നത് the root and offspring of David. 22-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ട് 22-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും ആകുന്നു. ചിന്തിക്കുക, the lion of the tribe of Judah, യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറഞ്ഞാൽ അധികാരം കയ്യിലുള്ളവൻ, രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ യോഗ്യതകൾ പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിക്കുവാനിടയായി താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അത് കഴിഞ്ഞേക്ക് പൗലോസ് പറയുന്നു രാജാതി രാജാവ്, കർത്താതി കർത്താവ്. ഇതൊക്കെ പൗലോസ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ചില ഗുണഗണങ്ങളാണ് ഫിലിപ്പിയ ലേഖനത്തിൽ. അപ്പോ ഇവിടെ യോഹന്നാൻ കാണുന്നു, മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ കരയേണ്ട, ഞാൻ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാ, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാ, ദാവീദിന്റെ വേരിൽ നിന്ന് മുളച്ചവനാ. ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിലെ വാക്യം ഞാൻ കൊണ്ടുവരികയാണ്. യെശയ്യാ 11-ാം അധ്യായം. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിലെ 1-ാം വാക്യം. എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ
യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ശക്തിയുടെയും ആത്മാവ്. അപ്പോ ദാവീദിന്റെ പേര് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യെശയ്യാപ്രവാചകൻ പറയുന്നു, ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെട്ടു വരും. ഈശായി എന്ന് പറഞ്ഞ വ്യക്തി ദാവീദിന്റെ പിതാവാണ്. ഈശായി ദാവീദിന്റെ പിതാമകനാണ്. ഈശായി പിതാവാണ്. ഈശായി ദാവീദിന്റെ പേരുമായവൻ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ പുസ്തകം തുറക്കാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് യോഹന്നാൻ അത്യുച്ചത്തിൽ നിലവിളിക്കുമ്പോൾ 24 മൂപ്പന്മാരിൽ ഒരുവൻ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യോഹന്നാനോട് പറയുന്നു, യോഹന്നാനേ കരയേണ്ട, ഞാൻ ഒരുവനെ കണ്ടെത്തിയിട്ടുണ്ട്, അവനെ കുറിച്ച് ഞാൻ വിവരിക്കാം. അവനെ കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദാവീദ് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. ആരാണവൻ? യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. സിംഹം എന്ന് പറയുമ്പോ ദ കിങ് ഓഫ് ജംഗിൾ, കിങ് ഓഫ് all the animals. സിംഹം, ലയൺ ഈസ് ദ കിങ് ഓഫ് ഓൾ ദി ആനിമൽസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ എടുത്ത് കാണിക്കുന്നതാണ് സിംഹം എന്ന പേര് കൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് 4 സുവിശേഷങ്ങളെ കുറിച്ച് വിവരിച്ചപ്പോ ഞാനത് ഓർപ്പിക്കുവാനിടയായി. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിക്കുന്നു. അഥവാ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തെ ഭരിക്കുന്നവൻ, ദാവീദിന്റെ ഗോത്രത്തിൽ ജനിക്കുന്നവൻ. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂത് പറയുമ്പോ ഗബ്രിയേൽ മറിയാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെന്നേക്കും ദാവീദ് ഗോത്രത്തിന് രാജാവായിരിക്കും. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഗബ്രിയേൽ മറിയാമിന് ദൂത് കൊടുക്കാൻ മറിയാമിന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോ ഗബ്രിയേൽ ദൂതൻ പറയുന്നു, അവനെല്ലായ്പ്പോഴും എന്നും എന്നേക്കും ദാവീദ് ഗോത്രത്തിന്റെ രാജാവായിരിക്കും. അവൻ ദാവീദ് ഗോത്രത്തിന്റെ സിംഹാസനത്തിൽ നീനാൾ വാഴും. എന്റെ വാക്യം നമ്മള് ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്ന വാക്യം, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്തത്, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. മനസ്സിലായോ? ഗബ്രിയേൽ ദൂതൻ മറിയാമിനോട് ദൂത് പറയുമ്പോ മറിയാമിനോട് പറയുകയാണ്, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്തത്, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അടുത്തത്, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അടുത്തത്, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്നും പറഞ്ഞു. ശ്രദ്ധിക്കുക, യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യേശു കർത്താവിന്റെ ജനനത്തിന് വേണ്ടി ദൂത് പറയുവാൻ ഗബ്രിയേൽ ദൂതൻ മറിയാമിന്റെ അടുത്തേക്ക് ചെന്നപ്പോ യേശു കർത്താവ് ജനിക്കുന്ന ജനനത്തെ കുറിച്ചുള്ള ദൂത് പറയാൻ വരികയാണ്. അതിനുവേണ്ടി ഗബ്രിയേൽ അവിടെ വന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ മറിയാമിനെ കാണാൻ നേരിട്ട് വന്ന മറിയാമിന്റെ അടുത്ത് വന്ന് അവളോട് ദൂത് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ അല്ല ഇമ്മാനുവേൽ എന്ന് പേരിടേണം എന്ന് പറഞ്ഞതിന് ശേഷമായി മറിയാം ചോദിക്കുന്നു,
നിൽക്കുന്നു, ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കും? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേലിടും, നിന്നിൽ ജനിക്കുന്ന സന്തതി വിശുദ്ധ സന്തതി എന്ന് വിളിക്കപ്പെടും. അത് കഴിഞ്ഞാണ് പറഞ്ഞത്, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുത്തു. അടുത്തത്, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പോ യേശു കർത്താവിന്റെ ജനന സമയത്ത് ഗബ്രിയേൽ ദൂത് പറയുന്ന ഭാഗമാണ് നമ്മളോട് വായിച്ചത്. യേശുവിന്റെ ജനന സമയത്ത് മറിയാമിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഗബ്രിയേൽ ദൂതൻ വരുമ്പോ മറിയാമിന് കൊടുത്ത അരുളപ്പാടാണ് ഈ പറഞ്ഞത്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. He will be called the son of most high God. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്തത്, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന്റെ സിംഹാസനത്തിന് ഒരിക്കലും അന്തമുണ്ടാകത്തില്ല. അപ്പൊ ചിന്തിക്കണേ, രാജാതി രാജാവായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ ജനന സമയത്ത് അരുളപ്പാട് പറയുമ്പോ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. He shall be called the son of most high God. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന്റെ രാജ്യത്വത്തിന് അന്തമുണ്ടാകുകയില്ല. ഇതേപോലൊരു വാക്യം നമ്മള് ദാനിയേൽ പ്രവചനത്തിലും വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന വാക്യം ഇച്ചിരൂടെ കട്ടികൂടിയതാ. ദാനിയേൽ പ്രവചനത്തിലെ വാക്യം നമുക്കത് വായിച്ചു നോക്കാം. അതെന്താ പറയുന്നതെന്നോ, ദാനിയേൽ പ്രവചനം ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന വാക്യം അതിന്റെ 10-ാം വാക്യം, 9-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവൻ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം നോക്കിയിരുന്നു. എന്നുവെച്ച് അതിന്റെ 13-ാം വാക്യം മുതൽ, രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ശ്രദ്ധിക്കണേ, യേശു കർത്താവിന്റെ രാജ്യത്വത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് വിവരിക്കുകയാണ് ഞാൻ. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ഗോത്രത്തിന്റെ രാജാവ്, യാക്കോബ് ഗ്രഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും.
ലൂക്കോസ് സുവിശേഷത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. യാക്കോബ് ഗ്രഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അന്ത്യമുണ്ടാകിയില്ല. അത് പറഞ്ഞേക്ക് ഇവിടെ ദാനിയേല് പറയുകയാണ്, രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളിൽ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. അടുത്തത്, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. എന്നുവെച്ച് പറയുക, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഈ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിട്ട് ആരുള്ളൂ എന്ന് യോഹന്നാൻ യോഹന്നാൻ കേൾക്കുന്ന അത്യുച്ചത്തിൽ കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിന് മുമ്പിൽ സ്വർഗത്തിൽ ആരുമേയും കണ്ടില്ല, ഭൂമിയിൽ ആരെയും കണ്ടില്ല, ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല. അങ്ങനെ ഈ 3 ലോകങ്ങളിലും ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ അതിശക്തിയോട് കരയുകയാണ്. യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ യോഹന്നാനോട് 24 മൂപ്പന്മാരിൽ ഒരുവൻ വന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഡോൺ വീപ്, കരയണ്ട. അത് നമുക്ക് ഇംഗ്ലീഷില് ഒന്ന് വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ ഇംഗ്ലീഷിൽ ഞാൻ ഒന്ന് വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, വെളിപ്പാട് 5-ന്റെ 5 മുതൽ. അതിന്റെ 5-ാം വാക്യം. And one of the elders said unto me, weep not, behold, the Lion of the tribe of Judah, the root of David, has prevailed to open the book and to loose the 7 seals thereof. ശ്രദ്ധിക്കുക, യോഹന്നാനോട് 24 മൂപ്പന്മാരിൽ ഒരുവൻ നിന്നുകൊണ്ട് പറയുന്നു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ, കരയേണ്ട, എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന ഭാഗമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. യേശുവിന്റെ ജനനത്തിന്റെ സമയത്ത്, യേശു ജനിക്കുന്നതിന് മുമ്പ് മറിയാമിന് ദൂത് കൊടുക്കാൻ വന്ന ഗബ്രിയേൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ ദൂതാ ഞാൻ വായിച്ചു കേൾപ്പിച്ച ലൂക്കോസ് സുവിശേഷത്തിൽ. അവൻ ദാവീദ് ഗോത്രത്തിന് എന്നേക്ക് രാജാവായിരിക്കും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് ഒരു അന്തവും ഉണ്ടാകിയില്ല. എന്ന് പറഞ്ഞാൽ ഹിസ് കിങ്ഡം വിൽ ബി ദി എറ്റേണൽ കിങ്ഡം. ഹി വിൽ ബി ദി എറ്റേണൽ കിങ് ഇൻ ദ വേൾഡ്. അതിന്റെ അർത്ഥം അതാ, അവൻ ഈ ലോകത്തിൽ ഏകാധിപതിയായി വാഴുവാൻ വരുന്ന രാജാവായിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞത്, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേര് എന്നുള്ള വാക്യമാണ് നമ്മളെ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിച്ചത്. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. ഈശായുടെ
കുറ്റിയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഈശായി എന്ന് പറയുന്ന വ്യക്തി ദാവീദിന്റെ പിതാവാണ് ഈശായി. ഈശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. അവൻ 7 വിധ യോഗ്യതകൾ അവിടെ പറയുന്നുണ്ട്. അവന്റെ മേലെ ആത്മാവ് പകരും. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, അങ്ങനെ പലവിധ യോഗ്യതകളോട് നിറയപ്പെട്ട ഒരു വ്യക്തി അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ ഇവിടെ യോഹന്നാൻ വെളിപ്പാടിൽ പറയുക, യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുവൻ പറയുന്ന വെളിപ്പാട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യോഹന്നാൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഈ പുസ്തകം തുറക്കുവാനോ അത് നോക്കുവാനോ അതിന്റെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായ ഒരുവരെയും കാണാതിരുന്നത് കൊണ്ട് യോഹന്നാൻ അത്യുച്ചത്തിൽ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 24 മൂപ്പന്മാരിൽ ഒരുവൻ. 4-ാം അധ്യായം ചിന്തിച്ചപ്പോൾ ഞാൻ ഈ വിഷയം വ്യക്തമായി പറഞ്ഞതാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 24 മൂപ്പന്മാരിൽ ഒരുവൻ. അവർക്ക് 24 സിംഹാസനങ്ങളുണ്ട്. ആ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരിൽ ഒരുവൻ യോഹന്നാൻ പറയുന്നു, കരയണ്ട യോഹന്നാനെ, ഈ പുസ്തകം തുറക്കാനും അതിന്റെ 7 മുദ്രയും പൊട്ടിപ്പാൻ ഒരുവൻ യോഗ്യനായി പുറപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ആരംഭത്തിൽ 2-ാം വാക്യത്തിൽ ചോദിക്കുന്നു, ഈ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ ഞാൻ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ? ചോദ്യത്തിന് ഉത്തരം. അങ്ങനെ വന്നപ്പോൾ യോഹന്നാൻ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഈ പുസ്തകം തുറക്കാനോ അത് നോക്കുവാനോ അത് എടുക്കുവാനോ യോഗ്യനായിട്ട് ആരെയും കാണാഞ്ഞത് കൊണ്ടാ യോഹന്നാൻ അത്യുച്ചത്തിൽ നിലവിളിച്ചത്. അപ്പോഴാണ് യോഹന്നാനോട് സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന 24 മൂപ്പന്മാരിൽ ഒരുവൻ, യോഹന്നാനെ കരയേണ്ട, ഒരുവൻ ഈ പുസ്തകം തുറക്കാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിട്ടുണ്ട്. ആരാണ് അവൻ? അവനെ കുറിച്ച് പറയുന്നു, ഹി ഈസ് ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹം. അടുത്തത്, ഹി ഈസ് ദ റൂട്ട് ഓഫ് ഡേവിഡ്. വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോ, ഐ ആം ദ റൂട്ട് ഓഫ് ഡേവിഡ് ആൻഡ് ഓഫ്സ്പ്രിംഗ് ആൻഡ് മോർണിംഗ് സ്റ്റാർ എന്നാണ് വെളിപ്പാട് 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ജയം പ്രാപിച്ച ഒരുവനെ 24 മൂപ്പന്മാരിൽ ഒരുവൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ആരാണ് അവൻ? Who is prevailed against the all worldly powers. ഇംഗ്ലീഷിൽ വായിക്കുന്നത് he has prevailed എന്നാണ് വായിച്ചിരിക്കുന്നത്. Lion of the tribe of Judah, the root of David, has prevailed to open the book എന്നാണ് ഇംഗ്ലീഷില് കിങ് ജെയിംസ് വേർഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ പുസ്തകം തുറക്കാനെങ്കിലും അതിന്റെ മുദ്ര പൊട്ടിക്കാനെങ്കിലും യോഗ്യനാരുള്ളൂ എന്ന 2-ാം വാക്യത്തിൽ അത്യുച്ചത്തിൽ ഘോഷിച്ച ദൂതന് മറുപടി പറയുകയാണ്. 24 മൂപ്പന്മാരിൽ ഒരുവൻ. പറഞ്ഞല്ലോ, സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ കയ്യിൽ നിന്ന്, വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിക്കാൻ യോഗ്യനായവൻ ഒരുവനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ യോഹന്നാൻ അത്യുച്ചത്തിൽ കരഞ്ഞു. സ്വർഗത്തിൽ ആരെയും കണ്ടില്ല, ഭൂമിയിൽ ആരെയും കണ്ടില്ല, ഭൂമിക്ക് കീഴിലും ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ ഉറക്കെ നിലവിളിച്ചു എന്നാണ് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴാണ് യോഹന്നാനോട് പറഞ്ഞ്, കരയണ്ട യോഹന്നാനെ, നീ കരയണ്ട, ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. 24 മൂപ്പന്മാരിൽ ഒരുവൻ, 24 മൂപ്പന്മാരിൽ ഒരുവൻ. അവരെവിടെയായിരിക്കുന്നറിയാമോ? യഹോവയായ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങളുണ്ട്. ആ 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ ഇരിപ്പുണ്ട്. ആ 24 മൂപ്പന്മാരിൽ ഒരുവൻ, one
among the 24 elders, 24 മൂപ്പന്മാരിൽ ഒരുവൻ അവിടെ എഴുന്നേറ്റ് നോക്കി യോഹന്നാനോട് പറയുന്നു, ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നുണ്ടോ? അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. അവനെ കുറിച്ച് എക്സ്പ്ലനേഷൻ പറയാ. He is the lion of the tribe of Judah. അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. അടുത്തത് he is the root of David എന്ന് പറഞ്ഞാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പറഞ്ഞ പ്രവചനത്തിന് നിറവേറലാക്കിക്കൊണ്ട് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ ദാവീദ് ഗോത്രത്തിന്റെ വേരാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ജനനത്തെ കുറിച്ച് ദൂത് പറയാൻ വന്ന ഗബ്രിയേൽ ദൂതൻ മറിയാമിന് കൊടുത്ത ദൂതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31, 32, 33 വാക്യം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 32, 33 വാക്യങ്ങളാണ് വായിച്ചത്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. He shall be called the son of most high God. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്തത് കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. നമുക്കതൊന്ന് ഇംഗ്ലീഷിൽ ഒന്ന് പതുക്കെ വായിച്ചു നോക്കാം. അതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ നോക്കാം. ലൂക്ക് chapter 1:32. He shall be great and shall be called the Son of the Highest, and the Lord shall give unto him the throne of his father David, and he shall reign over the house of Jacob forever, and his kingdom there shall be no end. ഒരു വ്യത്യാസവും ഇല്ല. മലയാളത്തിലും സെയിം മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. He shall be great. അവൻ അത്യുന്നതനാകും. He shall be called the Son of the Highest, and the Lord God shall give him the throne of his father David. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അടുത്തത് അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അതാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വന്നപ്പോ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറഞ്ഞത്, യോഹന്നാൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഈ പുസ്തകം എടുക്കാനും അതിന് മുദ്രം ഉറപ്പാനും ആരെയും യോഗ്യനായി കാണാഞ്ഞത് കൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എടുപ്പാനോ അതിന്റെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിച്ച ദൂതന്റെ മുൻപാകെ അത്യുച്ചത്തിൽ കരഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നില്ല. ഈ അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന യോഹന്നാനോട് യഹോവയായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ, സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്നതായ 24 മൂപ്പന്മാരിൽ ഒരുവൻ, 1 among the 24 elders, 24 മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുന്നു, ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ടോ? അവൻ ആരാണ് എന്നാണ് യോഹന്നാനോട് പറഞ്ഞത്. He
അവൻ ആരാന്ന് പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ. യോഹന്നാൻ പറയുന്നു, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ച ഒരുവൻ. അപ്പൊ ഈ യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ലൂക്കോസ് സുവിശേഷത്തിലോട്ടും ദാനിയേൽ പ്രവചനത്തിലോട്ടും ഒക്കെ പോയത്. അത് അല്പം കൂടെ വിവരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. യഹൂദാ ഗോത്രത്തിലെ സിംഹം, the lion of the tribe of Judah. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ എന്ന് പറഞ്ഞാൽ യഹൂദാ ഗോത്രത്തെ ഭരിക്കുവാൻ കടന്നു വരുന്നവൻ. അതിനാണ് ലൂക്കോസ് സുവിശേഷം 1:33 ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. He shall be king forever and ever in the tribe of Jacob, house of Jacob. യാക്കോബിന്റെ ഗൃഹത്തിന് അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് ഒരന്തമുണ്ടാകിയില്ല. എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു രാജാതി രാജാവായി കർത്താതി കർത്താവായി വെളിപ്പെട്ടു വരും. അവനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, ഒരുവനുണ്ട് പുസ്തകം എടുപ്പാൻ, പുസ്തകം തുറപ്പാൻ, അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി ഒരുവനുണ്ട്. അവനത്രേ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, the lion of the tribe of Judah. And the root of the David. വെളിപ്പാട് തന്നെ പറയുന്നു, I am the root and offspring of David and morning star. ഞാൻ ദാവീദ് ഗോത്രത്തിന്റെ പേരും ദാവീദിന്റെ പേരും സുപ്രവും ആയ ഉദയ നക്ഷത്രവുമാകുന്നു. മലയാളത്തിൽ ആ വാക്യം അത്ര ക്ലിയർ അല്ല. I am the root of David and offspring and the morning star. ഇതാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. I am the root of David. ഞാൻ ദാവീദ് ഗോത്രത്തിന്റെ പേര്, ദാവീദിന്റെ പേര്, അവന്റെ സന്തതി ഓഫ്സ്പ്രിംഗ്, വംശം, ആൻഡ് the morning star. ഇതാണ് എന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. മലയാളത്തിൽ വന്നപ്പോൾ അത് ഒരല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 22-ാം അധ്യായത്തിലാണ് ആ വാക്യമുള്ളത്. ഞാൻ ദാവീദിന്റെ പേരും വംശവും ഓഫ്സ്പ്രിംഗ് കൊണ്ട് ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. ഇതാണ് എന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. ബ്രൈറ്റ് ആൻഡ് ദ മോർണിംഗ് സ്റ്റാർ. 22-ാം അധ്യായത്തിലെ വാക്യം ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇരുപത്തിരണ്ടിന്റെ 16. I, Jesus, have sent mine angel to testify unto you these things in the churches. എന്നുവെച്ചാണ് പറയുന്നത്, I am the root and the offspring of David and the bright and morning star. മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത്, I am the root and the offspring of David and the bright and morning star. അപ്പോ ദാവീദ് ഗോത്രത്തിന്റെ പേരായവൻ
ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഈശായുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട മുള ഇതാണ് ഓഫ്സ്പ്രിങ് ഓഫ് ഡേവിഡ്. അതാണ് ഈ മുള എന്നൊക്കെ പറയുന്നത്. ഇത് ഓഫ്സ്പ്രിങ് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ വംശത്തിൽ നിന്ന് പുറപ്പെട്ടവൻ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇങ്ങനെയല്ലേ മത്തായി 1:1 പറയുന്നേ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോ ഈശായുടെ കുറ്റി അഥവാ ഈശായുടെ വംശത്തിൽ നിന്ന് പുറപ്പെട്ടവൻ, ദാവീദിന്റെ വേര്, ദാവീദിന്റെ വേരായവൻ, ഈശായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടവൻ, ഈശായുടെ തലമുറയിൽ നിന്ന് ജനിച്ചവൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. അവൻ ഈ പുസ്തകം തുറക്കാനും ആ പുസ്തകം എടുക്കാനും അതിന്റെ 7 മുദ്രകൾ പൊട്ടിപ്പാനും യോഗ്യനായി പുറപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാനിവിടെ ചോദിക്കുക. അതിന്റെ 7 മുദ്രയും പൊട്ടിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. യേശു എന്തിന്റെ മേൽ ജയം പ്രാപിച്ചു? 1 മരണത്തിന്റെ മേൽ, 2 സാത്താന്റെ മേൽ, 3 ലോകത്തിന്റെ മേൽ, 4 പാതാളത്തിന്റെ മേൽ. 4 കാര്യങ്ങളുടെ മേൽ യേശു ജയം ജയാളിയ. 1 മരണത്തിന്റെ മേൽ, 2 സാത്താന്റെ മേൽ, 3 ലോകത്തിന്റെ മേൽ, 4 പാതാളത്തിന്റെ മേൽ. യേശുവിൽ പാപമില്ല, അതുകൊണ്ട് പാപത്തിന് മേൽ ജയമെടുക്കേണ്ട ആവശ്യം യേശുവിനില്ല. ഇൻ ഹിം there is no sin. അവനിൽ പാപമില്ല എന്നാണ് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ബിക്കോസ് he was not born of men. അവൻ മനുഷ്യനിൽ നിന്ന്, പുരുഷനിൽ നിന്ന്, പുരുഷന്റെ രക്തത്തിൽ നിന്ന് ജനിക്കാത്തത് കൊണ്ട് അവനിൽ പാപമില്ല. വ്യക്തമായ തെളിവ് ഞാൻ പറയാം. മറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ വന്ന് വെച്ച് പറഞ്ഞു, നീ ഗർഭം ധരിക്കും. ഉടനെ മറിയാം ദൂതനോട് ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? ഐ ഡു നോട്ട് നോ എ മാൻ. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഡു നോട്ട് നോ എ മാൻ. ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. Then how can it be possible? അപ്പോഴാണ് ദൂതൻ മറിയാമിനോട് പറഞ്ഞത്, പരിശുദ്ധാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ നിഴലിടും. നിന്നിൽ ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും. അവൻ അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ ഉന്നതനാകും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകുകയില്ല. മനസ്സിലായോ? Because Jesus was not born from the lust of men. അതിനും തെളിവുണ്ട്. യോഹന്നാന്റെ പുസ്തകത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് അതിനും തെളിവ് കാണാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്ന് നോക്കാം. അതിന് തെളിവുണ്ടോ നോക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന് തെളിവുണ്ടോ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിനൊരു തെളിവ് വാക്യം ഞാൻ പറയാം. അവൻ രക്തത്താൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. 1 രക്തത്തിൽ നിന്നല്ല, 2 ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, 3 പുരുഷന്റെ ഇഷ്ടത്താലല്ല. പിന്നെ എങ്ങനെ ജനിച്ചേ? ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. നമ്മളത് യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-13-14 വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് ഇംഗ്ലീഷില്. Which
not of blood, nor of the will of the flesh, nor of the will of man, but of God. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചതോ. ദൈവത്തിൽ ജനിച്ചുകൊണ്ടതാണ് യേശുവിൽ പാപം എന്ന് പറഞ്ഞത്. ഇൻ ഹിം there is no sin. അവനിൽ പാപമില്ല, അവനിൽ പാപമില്ല എന്ന് പറയുവാൻ കാരണം അതുകൊണ്ടാണ്. മനുഷ്യരിൽ ജനിക്കുന്നവൻ മനുഷ്യന്റെ രക്തത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമാണ് ജനിക്കുന്നത്. വ്യക്തമായ തെളിവ് പറഞ്ഞ്, അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചതാണ്. അടുത്തത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതന തേജസ്സായി കണ്ടു. The word was flesh, word was made flesh, dwelt among us, and we beheld his glory, and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth. ഇതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്യം. The word was made flesh, dwelt among us, and we beheld his glory, the glory of the only begotten of the Father, full of grace and truth. മലയാളത്തിലെ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നോ ഏകജാതന തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞാൽ, in him there is no sin, but he died for sin. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, യേശുവിൽ ഒരു പാപവും ഇല്ല. നിങ്ങൾക്ക് തന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമോ എന്ന് യേശു തന്നെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, യേശു ജയം പ്രാപിച്ചു. ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് യൂദ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. ഒന്ന്. രണ്ട്, ദാവീദിന്റെ വേരായവൻ. അവൻ എങ്ങനെ ജയം പ്രാപിച്ചു? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുകയാണ്, പുസ്തകം തുറപ്പാനും അതിന്റെ 7 മുദ്ര പൊട്ടിപ്പാനും അവൻ യോഗ്യൻ പറഞ്ഞേച്ച് യോഹന്നാൻ കാണുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കണേ, യഹൂദനോടുള്ള വെളിപ്പാടായി പറയുന്നേ, യഹൂദനോടുള്ള വെളിപ്പാടായി പറയുന്നേ. ദാവീദ് ഗോത്രത്തിന്റെ വേരായവൻ, ദാവീദിന്റെ വേരായവൻ, യഹൂദ ഗോത്രത്തിലെ രാജാവായവൻ, രാജാതി രാജാവായവൻ. അവനെ കുറിച്ച് പറയുമ്പോ യോഹന്നാൻ യേശുവിനെ ദർശനത്തിൽ കാണിക്കുക. യോഹന്നാനെ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ നടുവിലും ഒരാളെ നിൽക്കുക. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും നടുവിൽ 3 things are there. 1, the throne of God. Around that throne of God there are 24 small thrones, and
4 living creatures, ജീവനുള്ള 4 ജീവികൾ. അപ്പൊ ഇവിടെ യോഹന്നാൻ അല്ലെ ദൈവം കാണിക്കുകയാണ് സിംഹാസനത്തിന്റെയും ജീവികളുടെയും നടുവിലും പിന്നെ മൂപ്പന്മാരുടെ മധ്യത്തിലും അറക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. lamb of God. ഈ അറക്കപ്പെട്ട കുഞ്ഞാട് ആരാന്നറിയോ? അറുക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് നോക്കാം. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാന്ന്? അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാ? ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാന്ന് പറയാൻ പറ്റും. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ. യേശു വഴിയെ പോകുന്ന കണ്ടപ്പോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, behold the lamb of God who takes away the sin of the whole world. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1:29 പറഞ്ഞു, behold the lamb of God who takes away the sin of the whole world. കാണുവീൻ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 36 വാക്യത്തിൽ പറയുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 1:29 വാക്യമാണ് ഞാനിപ്പോ പറഞ്ഞു കേൾപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനസ്സിലായോ? The one who takes away the sin of the whole world. John the Baptist, യോഹന്നാൻ സ്നാപകൻ, യേശു കടന്നു പോകുന്ന കാണുമ്പോ തന്റെ ശിഷ്യന്മാരോട് പറയാ, behold the lamb of God, the lamb of God who takes away the sin of the world. പിന്നാലെ യേശു വരുന്നത് കണ്ടപ്പോ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്നു. അപ്പോ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പുസ്തകം എടുക്കാനും അതിന്റെ 7 മുദ്രയും തുറപ്പാനും യോഗ്യനായ ഒരുവനെ യോഹന്നാന് 24 മൂപ്പന്മാരിൽ ഒരുവൻ ചൂണ്ടിക്കാണിക്കുന്ന മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുക, ഒരുവൻ ജയം പ്രാപിച്ചിട്ടുണ്ടോ? ആര്? യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരായവൻ, ദാവീദിന്റെ വംശത്തിൽ പിറന്നവൻ, ശുഭ്രമായ ഉദയ നക്ഷത്രം കരങ്ങളിലുള്ളവൻ, I am the root and offspring of David, the bright and morning star എന്ന് പറഞ്ഞവൻ, I am the first and the last, I am the alpha and omega, I am the beginning and the end. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യവും അന്ത്യനുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞവൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന മോശയോട് അരുളി ചെയ്ത ദൈവത്തിന്റെ പുത്രൻ, അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. അറക്കപ്പെട്ടതുപോലെ കാൽവരി ക്രൂശിന്റെ മുകളിൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് അറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും മേൽ യേശു കർത്താവ് ജയമെടുത്തു. തെളിവ് എവിടെയും ഉണ്ടോ? തെളിവുണ്ടോ? ഉണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തെളിവായിട്ട് ഞാൻ വായിക്കുക. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം.
Hebrews chapter 2 verse 14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, ശ്രദ്ധിക്കണേ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, നമുക്കത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു നോക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ്, Hebrews 2:14. That through the death he might destroy him that he had the power of death, that is devil. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ജയിച്ചു. എങ്ങനെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ജയിച്ചു? കാൽവറിയിലെ ക്രൂശില് തന്റെ അവസാനത്തുള്ളി രക്തം തന്റെ വിലാപ്പുറത്തുനിന്ന് വീണത് മരണത്തിന്റെ അധികാരിയായ സാത്താന്റെ തലയുടെ മുകളിലേക്ക്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന പ്രവചന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഇനിയും തെളിവുണ്ട്. ഹോശേയ-പ്രവചനത്തിന് വേറൊരു തെളിവുണ്ട്. വാക്യം ഹോശേയ-പ്രവചനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹോശേയ-പ്രവചനം chapter 13, book of Hosea chapter 13 verse 14. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനയിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ ബാധകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? ശ്രദ്ധിക്കുക, യേശു 4 കാര്യങ്ങളെ മേൽ ജയമെടുത്തതായിട്ട് ഞാൻ പറഞ്ഞു. 1, മരണത്തിന് മേൽ. 2, സാത്താന്റെ മേൽ. 3, ലോകത്തിന് മേൽ. 4, പാതാളത്തിന് മേൽ. 1, മരണത്തിന് മേൽ. 2, സാത്താന്റെ മേൽ. 3, ലോകത്തിന് മേൽ. 4, പാതാളത്തിന് മേൽ. അപ്പോ ചിന്തിക്കുക, മരണത്തിന്റെ മേൽ എങ്ങനെ ജയമെടുത്തു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. എബ്രായലേഖനം 2:14. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. പാതാളത്തിന്റെ മേൽ എങ്ങനെ ജയമെടുത്തു? അതാണ് ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചത്. ഹോശേയ-പ്രവചനം 13-ാം അധ്യായത്തിന് 14-ാം വാക്യം. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനയിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ ഞാൻ അവരെ വിടുവിക്കും. അടുത്തത്, മരണമേ, നിന്റെ വാതകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? യേശു 4 കാര്യങ്ങളുടെ മേൽ ജയമെടുത്തു. അതുകൊണ്ട് അവൻ ജയാളിയായി പുറപ്പെട്ടു വന്നതാണ്. മരണത്തെ ജയിച്ചു. സാത്താന്റെ തലയെ തകർത്ത് സാത്താനെ ആയുധവർഗം വെപ്പിച്ചു. 3, ലോകത്തിന്റെ അധികാരങ്ങളുമേൽ അവൻ ജയമെടുത്തു. 4, പാതാളത്തെ ജയിച്ചു. ഇനിയുണ്ട് തെളിവ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം
ഒരു വാക്യം കൂടി ഞാൻ വായിക്കുകയാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ്, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, അതിലെ ഒരു 2 വാക്യം കൂടി ഞാൻ വായിക്കും. 15-ന്റെ 54 മുതൽ 56 വരെ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. യേശു ജയമെടുത്ത ചില വിഷയങ്ങളായി ചൂണ്ടിക്കാണിച്ചത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? സ്തോത്രം. അവൻ ജയാളിയായി വന്നു എന്ന് പറയുമ്പോ അതിന്റെ പിന്നിൽ കാണുന്ന 4 കാര്യങ്ങൾ. യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറക്കാനും അതിന് മുദ്ര പൊട്ടിപ്പാനും അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ എന്തിന്റെ മേലൊക്കെ ജയം പ്രാപിച്ചു? 1, മരണത്തിന്റെ മേൽ; 2, സാത്താന്റെ മേൽ; 3, ലോകത്തിന്റെ മേൽ; 4, പാതാളത്തിന്റെ മേൽ. അതിനുള്ള തെളിവുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. മരണത്തിന്റെ അധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നീക്കി. സാത്താന്റെ മേൽ സകല ആയുധവർഗങ്ങളുടെ മേലും അധികാരം വെപ്പിച്ച് കാല് ചവിട്ടിക്കൊണ്ട്, സാത്താന്റെ തലയെ ചവിട്ടി തകർത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരണത്തെയും സാത്താനെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി മുമ്പോട്ട് പോയ ദൈവത്തിന്റെ പുത്രൻ ആ പുസ്തകം തുറപ്പാനും അതിന്റെ 7 മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി എഴുന്നള്ളി വന്നിരിക്കുക. യഹൂദ ഗോത്രത്തിന്റെ ഭാഗ്യജയം തെളിയിക്കുന്ന, യഹൂദ ഗോത്രത്തിന്റെ ഭാഗ്യജയം തെളിയിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിൽ തുറക്കാൻ, 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം തുറപ്പാൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേര്, the root of David and offspring, bright and morning star, ദാവീദിന്റെ വേരും വംശവും ശുഭ്രവും ആയ ഉദയ നക്ഷത്രം, അവൻ ജയം പ്രാപിച്ചു. മരണത്തിന് മേൽ ജയം പ്രാപിച്ചു, പാതാളത്തിന് മേൽ ജയം പ്രാപിച്ചു, ലോകത്തിന് മേൽ ജയം പ്രാപിച്ചു, സാത്താനിക ശക്തിയുടെ മേൽ ജയം പ്രാപിച്ചു. ജയാളിയായ ഒരുവൻ പുറപ്പെട്ടു വന്നു. അവൻ പുസ്തകം പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, പുസ്തകം തുറന്നു, അതിനെ മുദ്രകൾ പൊട്ടിക്കുന്നു. പൊട്ടിക്കുമ്പോൾ ലോകത്തിൽ അനവധി അനർത്ഥങ്ങൾ, ബാധകൾ സംഭവിക്കുന്നു. ഇതാണ് 6-ാം അധ്യായം മുതൽ സംഭവിക്കുന്ന സംഭവം. അങ്ങനെ കുഞ്ഞാട് പുസ്തകം പൊട്ടിക്കും. കുഞ്ഞാട് ഇറക്കപ്പെട്ടു നിൽക്കുന്ന പോലെ ഞാൻ കണ്ടു. അതിന് 7 കൊമ്പ്, സർവ അധികാരം. അതിന് 7 കൊമ്പ് സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ആത്മാക്കളായ ദൈവാത്മാക്കൾ. അവൻ വന്ന്, അറുക്കപ്പെട്ട കുഞ്ഞാട് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇനിയുള്ള ഭാഗം തീർന്നില്ല. ഭാഗം ഞാനിന്ന് സമയോത്തിരിയായ ഇവിടെ നിർത്തുകയാണ്. അതില് 6 വരെ വന്നുള്ളൂ, 5 വാക്യം വരെ വന്നുള്ളൂ. 6, 7, 8 താഴെയുള്ള വാക്യങ്ങൾ
കർത്താവിനെ വെച്ചാൽ അടുത്ത ദിവസക്കാലം നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരുവൻ ജയാളിയായി വന്നു. ഈ പുസ്തകം തുറക്കാനോ അതിന്റെ മുദ്ര പൊട്ടിക്കാനോ അത് നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഒരുത്തനെ കാണാതെ കൊണ്ട് യോഹന്നാൻ അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ 24 മൂപ്പന്മാരിൽ ഒരുവൻ, 1 among the 24 elders, ഒരുവൻ യോഹന്നാനോട് പറയുന്നു, ഒരുവൻ ജയം പ്രാപിച്ചിട്ടുണ്ടോ, ഒരുവൻ ജയാളിയായിട്ടുണ്ടോ. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. അവൻ ദാവീദിന്റെ വേരായവനാണ്. യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാതി രാജാവായി വാഴുന്നവൻ. മരണത്തിന്റെ മേലും സാത്താന്റെ മേലും പാതാളത്തിന് മേലും ലോകത്തിന് മേലും ജയമെടുത്ത ജയാളിയായ ഒരുവനുണ്ടോ. അവൻ വന്നു സിംഹാസനത്തിന്റെ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. പ്രധാനം വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ദിസ് ഫ്രൈഡേ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് signing off from Changanur. We will meet on Friday. Let Almighty God give you blessings. Amen. Amen. Amen.